മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരത്തെ മേയർക്ക് വേണ്ടി സാധാരണക്കാർ രംഗത്തെത്തി കൈയടിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സാധാരണക്കാർക്ക് വേണ്ടി മേയർ ചെയ്തു കൊടുത്തത് നിങ്ങൾ കണ്ടോ? അദ്ദേഹത്തിന്റെ ഇന്ന് രാവിലെ ചെയ്തിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. തിരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഗ്രാമീണ വാർഡുകളിൽ നിന്നുയർന്നു വന്ന ആവശ്യങ്ങളിൽ ഒന്നുകൂടി യാഥാർത്ഥ്യമാകുന്നു. ഇട റോഡുകളിൽ ഇലക്ട്രിക് ബസ്സുകൾ ഇന്നു മുതൽ വീണ്ടും ഓടിത്തുടങ്ങും. ആദ്യ സർവീസ് കൊടുങ്ങാനൂർ വാർഡിലെ കുലശേഖരത്ത് നിന്ന് ഇന്ന് രാവിലെ 7:30 ആരംഭിച്ചു. ജനങ്ങളുടെ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരിഹരിക്കുവാൻ തയ്യാറായ ഗതാഗത വകുപ്പിനും ബഹുമന്ത്രിക്കും നന്ദി. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് മേയർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത്. സാധാരണക്കാർക്ക് വേണ്ടി ഇലക്ട്രിക് ബസ്സുകൾ ഇട റോഡുകളിലൂടെ അനുവദിച്ചിട്ടുള്ളത്. ഞാനിവിടെ മേയർ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ ബസ്സൊക്കെ ഓടിത്തുടങ്ങുന്നതിന് മുമ്പായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞൊരു ചെറിയൊരു ഭാഗം ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഇത് ഓരോ ആളുകളും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുൻ മേയർ ആയിട്ടുള്ള ആര്യ രാജേന്ദ്രനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഏതായാലും മേയർ എന്താണ്, നമ്മുടെ VV രാജേഷ് മേയർ എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. നിലവിലുള്ള കൗൺസിലർമാരോട് നേരത്തെയൊക്കെ ഈ ബസ് ഓടിക്കൊണ്ടിരുന്ന റൂട്ടുകളിൽ, അതായത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇട റോഡുകളിലേക്ക് ബസ് ആവശ്യമുണ്ട് എന്ന് ഉള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. കൗൺസിലർമാർ തന്ന റിപ്പോർട്ട് അനുസരിച്ച് 29 സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടം ഇട റോഡുകളിൽ ചെറിയ ബസ്സിൻ്റെ ആവശ്യമുള്ളതായി കണ്ടത്. അത് KSRTC മുമ്പാകെ സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടിയന്തരമായി 23 റൂട്ടുകളിൽ ബസ് അടുത്ത ദിവസങ്ങളിൽ മുതൽ ഓടിത്തുടങ്ങും. അപ്പോൾ അതിനുള്ള ധാരണയായിട്ടുണ്ട്. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചർച്ചയിലാണ് അതിൻ്റെ അവസാനഘട്ട രൂപമായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച രാവിലെ 7:30 മണിക്ക് കൊടുങ്ങാനൂർ വാർഡിൽ കുലശേഖരത്ത് നിന്ന് എൻ്റെ സർവീസ് ആരംഭിക്കും. അപ്പോൾ കുലശേഖരം, കൊടുങ്ങാനൂർ, തിട്ടമംഗലം, കുണ്ടവൻകടവ്, കുരുവിക്കാട് ഇതുവഴിയുള്ള ബസ്സായിരിക്കും. ശനിയാഴ്ച രാവിലെ 7:30 ആരംഭിക്കും. 9:30 അതേ സ്ഥലത്ത് നിന്ന് ഒരു റൂട്ടിൽ ബസ്സുണ്ട്. വൈകുന്നേരം 5 മണിക്ക് കിഴക്കേക്കോട്ടയിൽ നിന്നും തിരിച്ച് ബസ് വരും. ഇതുപോലെ തന്നെ മറ്റ് 22 വാർഡുകളിൽ കൂടി ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സർവീസ് ശനിയാഴ്ച മുതൽ ആരംഭിക്കും. അതിനെ തുടർന്ന് കൂടുതൽ ആവശ്യങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ നിന്നും KSRTC വീണ്ടും പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൗൺസിലർമാർ തന്ന റൂട്ടുകൾ ചിലത് ഫീസിബിൾ അല്ല. അവിടേക്ക് ബസ് അയച്ചു കഴിഞ്ഞാൽ അതിൽ യാത്രക്കാർ അത്തരത്തിലുണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതൊന്നുകൂടി പുനഃക്രമീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ആവശ്യം ഗതാഗത വകുപ്പിന് മുൻപാകെ വച്ചത് നടന്ന ചർച്ചകളിലൂടെ ആ പ്രശ്നം പരിഹരിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ, 20 വാർഡുകളിലധികം ഇട റോഡുകളിലൂടെ ഇലക്ട്രിക് ബസ്സുകൾ ഇന്ന് ഓടിത്തുടങ്ങി. പുതിയ മേയർ VV രാജേഷിന്റെ ഇടപെടലിലൂടെ ആർക്ക് വേണ്ടിയിട്ടാണ്? സാധാരണക്കാർക്ക് വേണ്ടി ബസ് ഇട റോഡുകളിലൂടെ ഓടിത്തുടങ്ങി. മുൻ മേയർ ആര്യ രാജേന്ദ്രനോട് ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സാധാരണക്കാർക്ക് ആര്യ രാജേന്ദ്രൻ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച സമയത്തും സാധാരണക്കാർക്ക് ഇട റോഡുകളിലൂടെ ബസിന്റെ ആവശ്യമുണ്ടായിരുന്നു. സാധാരണക്കാര് നിരന്തരം ആവശ്യം പറഞ്ഞു. ആര്യ രാജേന്ദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവരുടെ കയ്യിൽ, അതായത് കേന്ദ്ര സർക്കാർ തന്നിട്ടുള്ള നിരവധി ഇലക്ട്രിക് ബസ്സുകൾ കോർപ്പറേഷനിൽ ഇല്ലായിരുന്നോ? ഈ കോർപ്പറേഷന് കേന്ദ്ര സർക്കാർ കൊടുത്ത ഇലക്ട്രിക് ബസ്സുകൾ ജില്ല വിട്ടുപോലും സർവീസ് നടത്തിയത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞതാ. എന്നാൽ ആര്യ രാജേന്ദ്രൻ ഭരിച്ചിരുന്ന കോർപ്പറേഷനിലെ സാധാരണക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിച്ചില്ല. നിരന്തരം തിരുവനന്തപുരത്തെ സാധാരണക്കാർ ഇട റോഡുകളിലൂടെ ബസ് വേണമെന്ന് പറഞ്ഞിട്ട് ആ വിഷയം ഒന്ന് ഗതാഗത മന്ത്രിയുടെ അടുത്ത്, ഏത് ഗതാഗത മന്ത്രി, ഇവരുടെ മുന്നണിയിലെ ഗതാഗത മന്ത്രിയുടെ അടുത്ത് പോയിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് ഇലക്ട്രിക് ബസ്സുകൾ സാധാരണക്കാർക്ക് വേണ്ടി ഈ ആര്യ രാജേന്ദ്രന് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ?
എങ്ങനെയാണ് തിരുവനന്തപുരത്ത് 8 നിലയിൽ LDF പരാജയപ്പെട്ടത് എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ കൂടിയാണ് ഓരോ ദിനവും തിരുവനന്തപുരത്തെ മേയർ VV രാജേഷ് ഇപ്പോ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. തെരുവ് നായ ശല്യം ഇത് വലിയ രീതിയിൽ സാധാരണക്കാർക്ക് പ്രശ്നമായി. ഈ പറയുന്ന ആര്യ രാജേന്ദ്രനോട് നിരവധി തവണ കേരള സർക്കാരിനോട് നിരവധി തവണ പരാതി കൊടുത്തു. ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? തിരിഞ്ഞു നോക്കിയില്ല. അവർ ഇലക്ഷൻ പ്രചരണ സമയത്ത് VV രാജേഷ് ഉൾപ്പെടെയുള്ള BJPയുടെ കൗൺസിലർ സ്ഥാനാർത്ഥിമാരോട് BJPയുടെ വാർഡ് സ്ഥാനാർത്ഥിമാരോട് നിരന്തരം റിക്വസ്റ്റ് ചെയ്തു. അവര് ഉറപ്പ് കൊടുത്തു, തെരുവനായ ശല്യം ഞങ്ങൾ തീർക്കും. അതേപോലെ തന്നെ ആര്യ രാജേന്ദ്രൻ ഭരിച്ച സമയത്ത് നിരവധി തവണ ഇടറോഡുകളിലൂടെ ബസ് ആവശ്യപ്പെട്ടു. ഒരു സമയത്തും ആര്യ രാജേന്ദ്രൻ അത് അനുവദിച്ചു കൊടുത്തില്ല. അതായത് LDF തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച സമയത്ത് അവിടെയുള്ള സാധാരണക്കാർക്ക് പുല്ല് വില കൊടുത്തു. അതിന് തിരുവനന്തപുരത്തെ ജനത കൊടുത്ത മറുപടിയാ ഈ BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം. BJP അധികാരത്തിലെത്തി. ആദ്യഘട്ടത്തിൽ തന്നെ തെരുവുനായ ശല്യം തീർത്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് VV രാജേഷ് ഇപ്പോ ബസ്സുകൾ റോട്ടിലൂടെ ഓടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിനൊക്കെ ഒരു ഏറ്റവും ചുരുങ്ങിയത് ആര്യ രാജേന്ദ്രൻ ഒരു നല്ല മനസ്സെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അവിടെ LDFന്റെ കൗൺസിലർമാർ, LDFുമായി ബന്ധപ്പെട്ട ചെയർമാൻമാര്, ഈ സംവിധാനങ്ങൾക്ക് സാധാരണക്കാരോടൊരു നല്ല മനസ്സെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. എന്നാൽ ഒരു ഈ പറയുന്ന LDFിലെ നേതാക്കന്മാരും സാധാരണക്കാർക്ക് ഒരു വിലയും കൊടുത്തില്ല. അതിന് കിട്ടിയിട്ടുള്ള മണ്ടക്കടിയാണ് 8 നിലയിൽ കോർപ്പറേഷനിൽ LDF അങ്ങ് പരാജയപ്പെട്ടത്. ഓരോ ആളുകളും ചിന്തിക്കണം. സർക്കാർ ഭരിക്കുന്നത് കേരള സർക്കാർ LDF ആണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആര്യ രാജേന്ദ്രൻ ഭരിക്കുമ്പോ എത്ര സുന്ദരമായിട്ട്, എത്ര ലളിതമായിട്ട് ഈ പറയുന്ന ഗതാഗത മന്ത്രിയൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ഇടറോട്ടില് ബസ് ഇട്ട് കൊടുക്കായിരുന്നു. എത്ര സുന്ദരമായിട്ട് തെരുവുനായ ശല്യം തീർത്തു കൊടുക്കായിരുന്നു. എത്ര സുന്ദരമായിട്ട് മാലിന്യ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കാമായിരുന്നു. സകല സംവിധാനങ്ങളും ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ ഭരിച്ച സമയത്ത് അവരുടെ കൂടെയല്ലായിരുന്നോ? LDFന്റെ കൂടെയല്ലായിരുന്നോ? ജനങ്ങൾക്ക് പുല്ല് വില കൊടുത്തത് കൊണ്ടാ ഈ ചുട്ട മറുപടി കിട്ടിയത്. BJP അധികാരത്തിലെത്തി ദിനം പ്രതി സാധാരണക്കാരോട് ചേർന്ന് നിന്ന് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നിരന്തരം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേരള ജനത ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുക. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ VV രാജേഷിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ BJPക്ക് വലിയ മുതൽക്കൂട്ടാവും. BJP കേരളത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ.